ശ്രീ സുരേഷ് ബാബു, ഇവിടെ സർക്കാർ നിലപാട് എന്താണ്? മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ പ്രത്യേകിച്ച് വനം മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള ജനരോഷം ഇന്ന് ഉയർന്നത് കണ്ടതാണ്. കാരണം അദ്ദേഹം സ്വീകരിച്ച ചില നിലപാടുകളുടെ കൂടി പശ്ചാത്തലത്തിലാണ്. കൃത്യമായ ഒരു നയം സർക്കാരിന് ഉണ്ടോ ഈ വിഷയത്തിൽ? സർക്കാർ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ കേന്ദ്ര നിയമത്തിലെ അപാകതകൾ കൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കാനോ കൃത്യമായി ഒരു സംസ്ഥാന സർക്കാരിന് ഇടപെടാനോ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരുകളുടെ നിലപാടുകൾ ഒരിക്കലും രൂപപ്പെടുത്തിയെടുക്കുന്നതിന് പ്രയോജനകരമായ സമീപനം സ്വീകരിക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. എത്രയോ തവണ ഈ കേന്ദ്ര 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതികൾ വരുത്തി മനുഷ്യ സംഘർഷം, മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള സംഘർഷത്തിന് അയവുണ്ടാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് ഇന്ന് വരെ അതിന് തയ്യാറായിട്ടില്ല. അത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ മാത്രം ഒരു കുറ്റമായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ അതിനെ അങ്ങനെ ചുരുക്കി കാണിക്കാനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ ഒരു പ്രസ്താവനയാക്കി മാറ്റാനോ ആഗ്രഹിക്കുന്നില്ല. ഭരണകൂടങ്ങൾ 72 ശേഷം ഇത് വലിയ പ്രശ്നമായി മാറിയ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വളരെ ഗൗരവമേറിയ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ, പല ഗവൺമെൻറ്റുകളും, കേരള ഗവൺമെൻറ് മാത്രമല്ല പല ഗവൺമെൻറ്റുകളും ഇടപെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഇതിൽ മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നിയമ സംഹിത ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടിട്ട് ഒരു ഭേദഗതി വരുത്താൻ തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, മനുഷ്യ സംഘർഷത്തിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന, ജീവൻ നഷ്ടപ്പെടുന്ന, അംഗവൈകല്യം വരുന്ന, പരിക്കേൽക്കുന്ന, കൃഷിഭൂമികൾ നഷ്ടപ്പെടുന്ന, കാർഷിക വിഭവങ്ങൾ നഷ്ടപ്പെടുന്ന, ഇങ്ങനെ പലതരത്തിൽ മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന ഗൃഹത്തിലുള്ള മൃഗങ്ങൾ, ആട്, പശു, കോഴി തുടങ്ങിയവ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ കൊല്ലുന്ന ഇത്തരം സംഭവങ്ങളിൽ മനുഷ്യർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ആവശ്യമായ ഒന്നുകിൽ നിയമനിർമ്മാണത്തിന് സംസ്ഥാന സർക്കാരിന് അധികാരം കൊടുക്കുകയോ അല്ലെങ്കിൽ കേന്ദ്രം അത്തരമൊരു നിയമം ഭേദഗതികൾ വരുത്തുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ചെയ്യാതിരിക്കുകയും ഒരു ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കിട്ടുന്നത് ആരെയാണോ അവരോട് പ്രതിഷേധം സ്വാഭാവികമാണ്. അത് കേരളത്തിലെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മന്ത്രി ശശീന്ദ്രനോടുള്ള ഒരു പ്രതിഷേധമായിട്ടാണെന്നും ഞങ്ങളാരും അതിനെ കാണുന്നില്ല. അവരുടെ മുമ്പിൽ വന്ന ഒരു മന്ത്രി, ആ മന്ത്രി ഇപ്പോൾ കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയാണ് വന്നതെങ്കിൽ അവരോടും ഈ പ്രതിഷേധം ഉണ്ടാവും. കാരണം ജീവൻ നഷ്ടപ്പെട്ടവർ, അവർക്ക് സ്വത്ത് നഷ്ടപ്പെട്ടവർ, അങ്ങനെ പലതരത്തിൽ വനപ്രയാസം അനുഭവിക്കുന്നവരും, ഒപ്പം തന്നെ അതൊന്നും നഷ്ടപ്പെടാതെങ്കിലും ഭീതിയോടുകൂടി ജീവിക്കേണ്ടി വരുന്ന ജനങ്ങൾക്ക്, ആ ജനങ്ങളുടെ മുമ്പിൽ അധികാരവർഗത്തിൻ്റെ പ്രതിനിധി ആരാണോ, ഇന്നലെ ADM വന്നപ്പോൾ ADMനോട് പ്രതിഷേധിച്ചു, ഇന്ന് മന്ത്രി വന്നപ്പോൾ മന്ത്രിയോട് പ്രതിഷേധിച്ചു, ഇനി നാളെ ഏതെങ്കിലും വലിയ ഉന്നതരായ മന്ത്രിമാർ കേന്ദ്രത്തിലെയോ മറ്റോ വന്നാൽ അവരോടും ജനങ്ങളൊക്കെ പ്രതിഷേധിക്കും, അവരുടെ ആവശ്യം പറയാൻ. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉദാസീനത കൊണ്ടല്ല. ആ ഉദാസീനതയല്ല അതിനകത്ത് കാരണം. പ്രതിഷേധത്തിനൊപ്പം തന്നെ തിരിച്ച് മന്ത്രി പോകുമ്പോൾ അദ്ദേഹത്തിന് വരിയായി നിന്ന് സാല്യൂട്ട് ചെയ്യുന്നതും അവിടെ നമ്മൾ കണ്ടതാണ്. അത് ഏതെങ്കിലും TV ചാനലുകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ, ഗവൺമെന്റിന്റെ നിലപാടുകൾ ബോധ്യപ്പെട്ടപ്പോൾ, മന്ത്രിയുടെ നിലപാടുകൾ ബോധ്യപ്പെട്ടപ്പോൾ, ആ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ അവർ മന്ത്രിയോട് പ്രതികരിച്ചതും നമ്മൾ കണ്ടതാണ്, ജനങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ പറയുന്നത് ഒന്നുകൊണ്ടും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ ലഘൂകരിച്ച് കാണുവാൻ ഒരു വ്യക്തി എന്ന നിലയിലോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഹിതയുടെ പ്രതിനിധി എന്ന നിലയിലോ ഞാൻ തയ്യാറാകുന്നില്ല. കാരണം ശ്രീ സുരേഷ് ബാബു ഒന്ന് ഇടപെട്ട് ചോദിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ ഇത്തരത്തിൽ വലിയ നിരാശയിലായിരിക്കുന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ ഏത് ഉന്നത ഉദ്യോഗസ്ഥൻ വന്നാലും, ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാവ് വന്നാലും അവർ ഇത്തരത്തിലേ പ്രതികരിക്കുകയുള്ളൂ എന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. കാരണം വലിയ രീതിയിൽ ആശങ്കാകുലരായ ജനങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായ ഒരു പ്രതികരണം ഉണ്ടാകുന്നത് പ്രതിഷേധത്തിൻ്റെ സ്വരത്തിൽ തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ വനം വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ കാണിക്കേണ്ട പക്വത AK ശശീന്ദ്രൻ കാണിച്ചോ എന്നുള്ളതാണ്. കാരണം
രാധ നരഭോജി കടുവയുടെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം വീട് സന്ദർശിക്കാനായി എത്തുന്നത്. അതും കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു ഫാഷൻ ഷോ പരിപാടിക്കിടെ അദ്ദേഹം പാട്ട് പാടുന്നതൊക്കെ എല്ലാ വാർത്താമാധ്യമ ചാനലുകളും റിപ്പോർട്ട് ചെയ്തതാണ്. അതിനെതിരെ വലിയ ജനരോഷം ഉണ്ടായപ്പോൾ അദ്ദേഹം എത്തുന്നു. താൽക്കാലിക നിയമന ഉത്തരവും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് രാധയുടെ മകന് നൽകുന്നതിനായി. പക്ഷേ അവിടെ എത്തിയപ്പോൾ ജനക്കൂട്ടം കൂകി വിളിച്ചുകൊണ്ട് പ്രതിഷേധ സ്വരം ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ അദ്ദേഹം എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പറഞ്ഞ 2 പരാമർശങ്ങൾ കൂടിയുണ്ട്. അവിടെ ജനരോഷം ആളിക്കത്തുന്ന തരത്തിലായിരുന്നു. ആ പരാമർശങ്ങൾ താങ്കളും ശ്രദ്ധിച്ചിരിക്കുമെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഈ രാധ മരിച്ചത് വനത്തിനുള്ളിൽ വെച്ചാണ് എന്നുള്ളൊരു ന്യായീകരണം. 2, ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ രാഷ്ട്രീയമായ മറ്റൊരു മുഖമുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന പ്രതിഷേധമാണ് എന്നുള്ളത്. അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ഒരു വനം വകുപ്പ് മന്ത്രി ഇത്തരം ഒരു സാഹചര്യത്തിൽ വന്ന് എത്തി നിൽക്കുമ്പോൾ ഈ 2 പരാമർശങ്ങൾ നടത്താൻ പാടുള്ളതാണോ? അതാണ് ഉത്തരവാദിത്വ ബോധവും പക്വതയും കൂടി വേണ്ടതല്ലേ സമീപിക്കേണ്ടത് എന്നുള്ള ചോദ്യം. അത് ആ പറഞ്ഞ അർത്ഥത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവതരിപ്പിച്ച അതേ രൂപത്തിൽ തന്നെ ആണെങ്കിൽ അത് പ്രതിഷേധിക്കാർഹമാണ്. പക്ഷേ ഒരു വസ്തുത ഇതിനകത്തുണ്ട്. ഈ വസ്തുതയോട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല ഈ പരാമർശങ്ങളൊന്നും തന്നെ. എന്താണ് വസ്തുത? രാധയുടെ മരണം എവിടെ വെച്ചാണ്, എങ്ങനെയാണ് ഉണ്ടായത് എന്ന ചോദ്യത്തിന് അത് വനത്തിനുള്ളിൽ വെച്ചാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് രാധ മരിക്കണമെന്നൊന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അല്ലെ കടുവയുടെ വായിച്ചെന്ന് പെടണമെന്നല്ല ആഗ്രഹം വായിച്ചത്. വസ്തുതകൾ എന്താണ് അത് അതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടമാണത്. സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടമാണ് ശ്രീ PM സുരേഷ് ബാബു. അത് വനത്തിനുള്ളിലാണ് എന്ന് എങ്ങനെ വനം വകുപ്പ് മന്ത്രിക്ക് പറയാൻ കഴിയും? ആ ഒരു വനത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ഈ ആവാസ ജനവിധ വന്യജീവികൾ പിന്നെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശത്തിൽ വെച്ചാണ് അവർ മരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വസ്തുത മാത്രമാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് നിങ്ങൾ ചോദിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളത്. രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ചോദ്യത്തിന് എന്ന വസ്തുതയ്ക്ക് വിരുദ്ധമായി അദ്ദേഹത്തിനോട് പത്രക്കാർ ചോദിച്ചത് എന്താ? നമ്മുടെ UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു ജാഥ ഇപ്പോൾ വരുന്നുണ്ടല്ലോ, എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അത് രാഷ്ട്രീയമാണ്, അത് രാഷ്ട്രീയ പ്രേരിതമാണ്, അത് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന വാക്കുകൾ അടർത്തിയെടുത്ത് അത് ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ഇവിടെ കാണിക്കുന്ന രോഷമാണ് രാഷ്ട്രീയ പ്രേരിതം എന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കളങ്കമുണ്ടാക്കി തീർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഈ പ്രസ്താവന, അങ്ങയുടെ ഈ പ്രസ്താവനയെ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അതാണ് അതിൻ്റെ വസ്തുത. അവർ രാഷ്ട്രീയ പ്രേരിതമാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധം എന്നല്ല സൂചിപ്പിച്ചത്. മറിച്ച് UDF കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച് 5-ാം തീയതി തിരുവനന്തപുരത്ത് വെള്ളറയോ മറ്റോ അവസാനിക്കുന്ന മലയോര ജാഥ, ആ ജാഥ രാഷ്ട്രീയമായി നടത്തുന്ന ഒരു ജാഥയാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയുള്ളത്. അതല്ലാതെ ഇതിലല്ല, അങ്ങനെ ഒരർത്ഥത്തിലും അത് എടുക്കേണ്ടുന്ന കാര്യമില്ല എന്നത് മാത്രമാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇത് രണ്ടും ഇന്നസെന്റായി വസ്തുതാപരമായി മാത്രം സംസാരിച്ചിട്ടുള്ളതാണ്. ഒരിക്കലും ശ്രീ ശശീന്ദ്രനെ അറിയുന്ന ഏതൊരാൾക്കും, മാധ്യമപ്രവർത്തകർക്കടക്കം, ശശീന്ദ്രൻ ഒരിക്കലും അത്തരം ഒരു പരാമർശം നടത്തുന്ന ഒരു വ്യക്തിയല്ല. മന്ത്രിയെ പോകട്ടെ, ഒരു വ്യക്തിയേ അല്ല. ഒരാളുടെ ദുഃഖത്തിൽ മറ്റൊരു ന്യായീകരണം കൊണ്ട് കണ്ടെത്തി അതിനെ ചെറുതാക്കി കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായി നമുക്കൊരിക്കലും ശശീന്ദ്രനെ കാണാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സഹാനുഭൂതിയോടുകൂടി തന്നെ സംസാരിക്കുന്നതാണ്. പക്ഷേ ഒരു വസ്തുത എന്താണ് എന്ന് ഒരു അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് പറയേണ്ടി വരും. അത് അടർത്തിയെടുത്ത് ഇങ്ങനെ ചോദിക്കുന്നതും ഇങ്ങനെ ഒരു വ്യാഖ്യാനിക്കുന്നതും ഖേദകരമാണ്. ശരി, അത്രയധികം നിഷ്കളങ്കമായ ഒരു പ്രസ്താവനയായാണ് അതിനെ വിലയിരുത്തുന്നത് എങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് ഇത്രയും ക്രൂരമായ ഒരു ആക്രമണത്തിനിരയായി ഒരു സാധു സ്ത്രീ മരിച്ചപ്പോൾ വനം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അവിടേക്ക് ഓടിയെത്തിയില്ല എന്നുള്ളതും ഒരു വസ്തുതയായി തന്നെ അവശേഷിക്കുകയാണ്.